നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എമ്പുരാൻ വിവാദം കത്തിപ്പടരുന്നതിനിടെ പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED പരിശോധന. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ കോടമ്പാക്കത്തെ ചിട്ടി സ്ഥാപനത്തിലും പരിശോധന നടക്കുന്നുണ്ട്. ഗോകുലത്തിന്റെ സ്ഥാപനങ്ങളിൽ തുടരുന്ന പരിശോധന ഫെമ PMLA ചട്ടലംഘനങ്ങളെ തുടർന്നാണെന്നാണ് ED വ്യക്തമാക്കുന്നത്. 1000 കോടിയുടെ വിദേശ വിനിമയ ചട്ടലംഘനമാണ് നടന്നതെന്നാണ് പ്രാഥമിക വിവരം. ഗോകുലം ചിറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട വഞ്ചന കേസുകളിലും PMLA അന്വേഷണം നടക്കുന്നുണ്ട്. രാജ്യത്തിന് പുറത്തുനിന്നുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഫെമ നിയമപരിധിയിലുള്ളത്. ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ നിക്ഷേപം നടത്തിയ മറ്റ് ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും. 11:30 കൊച്ചി ED ഓഫീസിൽ നിന്നുള്ള സംഘം കോർപ്പറേറ്റ് ഓഫീസിലെത്തിയത്. ടാക്സി വാഹനങ്ങളിൽ ഗോകുലം ഹോട്ടലിലെത്തിയ ED ഉദ്യോഗസ്ഥർ പിന്നീട് ഗോകുലം മാളിലേക്കും പരിശോധനയ്ക്ക് പോവുകയായിരുന്നു. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നതിനിടെയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ED എത്തിയത് വലിയ ചർച്ചയായിട്ടുണ്ട്. എമ്പുരാൻ സിനിമ ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട തർക്കത്തിലെത്തിയപ്പോൾ അവസാന നിമിഷമാണ് ഗോകുലം ഗോപാലൻ രക്ഷകനായി എത്തിയത്. പിന്നീട് എമ്പുരാൻ വിവാദമായതോടെ ചില രംഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടുവെന്നും ഗോകുലം ഗോപാലൻ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഗുജറാത്ത് കലാപം ഉൾപ്പെടെ പരാമർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എമ്പുരാൻ സിനിമയുടെ വിവാദം തുടങ്ങിയത്. പിന്നാലെ ചിത്രത്തിൽ നിന്നും വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിക്കുകയും റീ എഡിറ്റ് ചെയ്ത സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കുകയും ചെയ്തിരുന്നു.